ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീത നമസ്കാരം. മനനാതീതം ശ്ലോകം 6. ചുഴന്നു വരുമാളുകളെയൊക്കെ വില കൊണ്ടിങ്ങെഴുന്നണയുമെന്നൊരറിവുണ്ടടിയനിന്നും. ഉഴന്നവരിലുള്ള മലയാതിവിടെയൊന്നായി തൊഴുന്നു തുയിരോടിവിട നിന്നടിയിണയ്ക്കായി. ചുഴന്നു വരുമാളുകളെയൊക്കെ വില കൊണ്ടിങ്ങെഴുന്നണയും എന്നൊരറിവുണ്ടടിയനിന്നും. ഉഴന്നവരിലുള്ള മലയാതിവിടെ ഒന്നായി തൊഴുന്നു തുയിരോട് ഇവിട നിന്നടിയിണയ്ക്കായി. കഴിഞ്ഞ 5-ാമത്തെ ശ്ലോകത്തിൽ ഗുരു പറഞ്ഞു, വളഞ്ഞു വലകെട്ടി മദനപ്പുലയൻ ഉള്ളുങ്കളഞ്ഞതിലകപ്പറവ വീണു വലയുന്നു. അകപ്പറവ ഒരു സാധകന്റെ ആ മനസ്സാകുന്ന പക്ഷി ഒരു കാമൻ വീശിയിരിക്കുന്ന കാമൻ കെട്ടിയിരിക്കുന്ന വലയിൽ വീണ് വലയുകയാണ്, ചുഴലുകയാണ് എന്ന് പറഞ്ഞു. ആ ചുഴലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭഗവാൻ സഹായത്തിനെത്തും എന്ന വിശ്വാസം ഈ സാധകനുണ്ടെന്ന് ഈ 6-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്. ചുഴന്നു വരും ആളുകളെയൊക്കെ, ചുഴന്നു, ആ ചുഴറ്റലുണ്ടല്ലോ, കാമദേവന്റെ വലയിൽപ്പെട്ട് കിടന്ന് ചുഴലുന്ന ആ ചുഴറ്റലിൽപ്പെട്ട ആൾക്കാർ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ, അതാണ് വരും ആളുകൾ, ആ ചുഴന്നവർ വരുമ്പോൾ അവരെയൊക്കെ വില കൊണ്ടിങ്ങെഴുന്നണയും. അവരെ വില കൊടുത്ത് ഭഗവാൻ സ്വീകരിക്കുമെന്ന് വെച്ചാൽ തൻ്റെ സ്വന്തമാക്കി മാറ്റും. വില കൊണ്ട് എഴുന്നണയും. ഭഗവാൻ പ്രത്യക്ഷപ്പെടുമെന്നാണ് എഴുന്നണയും. അങ്ങനെ ആശ്രയിക്കുന്ന സാധകരുടെ മുമ്പിൽ ഭഗവാൻ രക്ഷയ്ക്കായി എത്തിക്കൊള്ളും എന്നൊരറിവുണ്ട് അടിയൻ ഇന്നും. ആ അറിവെനിക്ക് നഷ്ടപ്പെട്ടില്ല. ഞാനിപ്പോൾ ഈ കാമന്റെ വലയിൽപ്പെട്ട് വലയുകയാണല്ലെങ്കിൽ ചുഴലുകയാണെങ്കിലും ഈ അറിവെനിക്ക്, ആ ബോധം എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഭഗവാൻ എന്നെ രക്ഷിക്കുമെന്നുള്ള ആ ബോധം, അതാണ് ഇവിടെ പറയുന്നത്. ചുഴന്നു വരും ആളുകളെ ഒക്കെ വില കൊണ്ടിങ്ങെഴുന്നണയും. വില കൊണ്ടെഴുന്നണയെന്ന് വെച്ചാൽ വില കൊടുത്തവരെ സ്വീകരിച്ച് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും, എഴുന്നണയും എന്നൊരറിവ്. അങ്ങനെ ഭഗവാൻ വരുമെന്നുള്ളൊരു ബോധം ഈ അടിയനുണ്ട്, അറിവുണ്ട് അടിയൻ ഇന്നും. ഈ അവസ്ഥയിൽ പോലും, അതായത് ഇതിൽ ആകർഷിച്ച് കിടക്കുന്ന ആ അവസ്ഥയിൽ പോലും ഇങ്ങനൊരു അറിവെനിക്കുണ്ട്, ഭഗവാൻ എന്നെ രക്ഷിക്കുമെന്നുള്ള. ഉഴന്ന് അവരിലുള്ള മലയാതെ, ഉഴന്ന് ഇങ്ങനെ വിഷമിച്ച് അവരിലുള്ള മലയാതെ, അവരെന്ന് പറയുന്ന ആ സ്ത്രീജനങ്ങൾ, കാമൻ വീശിയിരിക്കുന്ന വലയെന്ന് പറയുന്നത് ഈ സ്ത്രീജനങ്ങളുടെ ചുരുണ്ട മുടിയും ഇളകുന്ന കണ്ണുകളും ഒക്കെ ആണല്ലോ. അതാണ് അവരിൽ, ആ സ്ത്രീകളിൽ ഉള്ള മലയാതെ, ഉള്ളതെന്ന് വെച്ചാൽ മനസ്സലയാതെ, അലയാതെ എന്ന് പറഞ്ഞാൽ അതിൽ ചഞ്ചലമാകാതെ ഇവിടെ ഒന്നായി തൊഴുന്നു. ഇവിടെ, അതായത് ഈ സമയത്ത് ഞാൻ ഒന്നായി തൊഴുകയാണ് എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ കരണങ്ങളോടും കൂടി ഏകാഗ്ര ബുദ്ധിയോടുകൂടി ഒന്നായി ഭഗവാനെ തൊഴുന്നു. തുയിരോടിവിട നിന്നടിയിണയ്ക്കായി. ഭഗവാന്റെ ആ അടിയിണ പാദം, അതിനു വേണ്ടി, ആ പാദസ്മരണ, ഭഗവാന്റെ ആ പാദസ്മരണയ്ക്ക് വേണ്ടി ഞാൻ തൊഴുകയാണ് ഏകാഗ്ര മനസ്കനായി. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു സാധകൻ്റെ ആ ഒരു തീവ്രമായ പ്രാർത്ഥനയാണ്. ആ സ്ത്രീ വിഷയങ്ങൾ അത്രയധികം ഹഠാതായിട്ട് ഈ സാധകനെ ദുഃഖിപ്പിക്കുകയാണ് തൻ്റെ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള പോക്കിന്. അതാണ് ഈ ശ്ലോകത്തിൽ ഗുരു സൂചിപ്പിക്കുന്നത്. ചുഴന്നു വരുമാളുകളെയൊക്കെ വില കൊണ്ടിങ്ങെഴുന്നണയുമെന്നൊരറിവുണ്ടടിയനിന്നും. ഉഴന്നവരിൽ ഉള്ള മലയാതെ, ഉഴന്ന് അവരെന്ന് പറയാം, അല്ലെങ്കിൽ ആ ഉഴന്ന് എന്നുള്ള അർത്ഥം പറയാം, അല്ലെങ്കിൽ ഉഴന്നവരിൽ ഉള്ള മലയാതെ, ആ തൻ്റെ മനസ്സ് ആ ദുഃഖിച്ച് അവരിൽ പെടാതെ ഇവിടെ ഒന്നായി തൊഴുന്നു. ആ ഏകാഗ്രം, അതായത് എല്ലാ കരണങ്ങളും ഭഗവാനിൽ സമർപ്പിച്ച് തുയിരെന്ന് വെച്ചാൽ ദുഃഖം, തുയിരോടിവിടെ നിന്നടിയിണയ്ക്കായി. ഈ ദുഃഖിതനായ സാധകൻ അങ്ങയുടെ ആ പാദം, കാല്, അടി ഇണ, ആ പാദത്തിനു വേണ്ടി
പ്രാർത്ഥിക്കുകയാണ് ആ സ്മരണ എന്നിൽ നിലനിൽക്കാൻ വേണ്ടി. ചുഴന്നു വരും ആളുകളെയൊക്കെ വില കൊണ്ടിങ്ങെഴുന്നണയുമെന്നൊരറിവുണ്ടടിയനിന്നും. ഉഴന്നവരിലുള്ള മലയാതിവിടെ ഒന്നായി തൊഴുന്നു തുയിരോടിവിടെ നിന്നടിയിണയ്ക്കായി. നമസ്കാരം.